ഹലോ ഡോക്ടർ, നമസ്കാരം. ഹായ് ഹായ്. എന്ത് പറ്റി? കണ്ടിട്ട് കുറെ കാലമായല്ലോ. എന്ത് ഈ വഴിക്ക്? നല്ല മുട്ടുവേദന ആണോ? പോകുന്ന വഴിക്ക് ഡോക്ടർ ഒന്നും കണ്ടിട്ട് പോകാം. ഓക്കെ ഓക്കെ, സന്തോഷം. കുറെ കാലമായാലും കണ്ടിരിക്കും. ഞാൻ നോക്കട്ടെ, ചോദിക്കട്ടെ കാര്യങ്ങള്. എന്ത് പറ്റി ഡോക്ടറെ? ഈ ഇടത്തെ കാലിന് മുട്ടുന്ന ഒരു പെയിൻ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. പെയിൻ മുട്ടും ഈ ഭാഗത്തായിട്ടാണ് കൂടുതല്. ഒരാഴ്ചയായി കാണുമല്ലേ? ഒരാഴ്ചയായിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ വർക്ക്ഔട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും ഈ ദിവസങ്ങൾ ചെയ്യുക, എന്തെങ്കിലും അപകടം പറ്റുകയോ അങ്ങനെയൊന്നും? ആക്സിഡന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. നോർമൽ ചെയ്യുന്നത് മാത്രമായിട്ട് ചെയ്തു. ഫാമിലിയിൽ അങ്ങനെ ഒരു ഹസ്ബൻഡ് ഹിസ്റ്ററി അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. വേറെ നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. മുട്ടിന് ഒരു ചെറിയ പെയിൻ, കുറച്ച് നടക്കാൻ നേരത്താണ് മുട്ട് വരും. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എണീക്കുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം. സ്ലിപ്പിംഗ് ഫീൽ ഒന്നുമില്ല? അങ്ങനെ ഫീൽ ഒന്നും. നമുക്കൊന്ന് കിടന്ന് പരിശോധിക്കാം. ശരി. ശരി ഡോക്ടർ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേ നമുക്ക് മുട്ടിന് ചെറിയൊരു നീരുള്ള പോലെയാണ് തോന്നുന്നത് അല്ലെ? നമ്മളതിന്റെ റീസൺസ് എന്താണെന്ന് അറിയാൻ നമുക്കൊരു ചെറിയൊരു എക്സ്റേ, ചെറിയ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ശരി. കണ്ടിട്ടൊരു നീർക്കെട്ടാണ് അത്. വലിയ പ്രോബ്ലം വല്ലതും ഉണ്ടോ ഡോക്ടർ? നമ്മൾ നോക്കട്ടെ, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മരുന്നുകൾ എഴുതാം. ശരി. സാധാരണഗതിയിൽ ഈ യങ് ഏജ് ഗ്രൂപ്പില് അധികം പ്രോബ്ലംസ് കാണാറില്ല. ചെറിയൊരു നീർക്കെട്ടിലൊക്കെ വരാൻ ചിലപ്പോൾ ചെറിയ ഇഞ്ചുറി എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ വളരെ റയറായിട്ടെങ്കിലും ചെറിയ യങ് ഏജില് ഒരു മുട്ടിന്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് തേയ്മാനങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കാണാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഏത് തേയ്മാനവും പോലെ തന്നെ തുടക്കത്തില് നമ്മളൊരു എക്സസൈസസ് പറഞ്ഞു കൊടുക്കും, ഫിസിയോതെറാപ്പി ചെയ്യും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കും, ഓരോ സ്പെഷ്യൽ എക്സസൈസസ് ഒക്കെ ചെയ്ത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഇനീഷ്യൽ ഫേസിൽ നന്നായി ചെയ്യുക. ഈവൻ ഞങ്ങളൊരു മുട്ടിനകത്തൊരു ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് PRP അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്, ഡയഗ്നോസിസ്. അതിലൊന്നും ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. യൂഷ്വലി ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും കാണുന്നതിന്റെ കാരണം പല റീസൺസ് ഉണ്ട്. ഒന്ന്, വല്ല അൺനോട്ടീസ് പഴയ എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ട് ലിഗമെന്റ് ഇഞ്ചുറി വന്നിട്ട് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാതെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് നേരത്തെ തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് നമുക്ക് ഫാമിലിയിലായിട്ട് ചില വാദങ്ങളുടെ ഭാഗമായിട്ട് വരണ കാണാറുണ്ട്, പലതരം സന്ധിവാദങ്ങളുടെ ഭാഗം. പിന്നെ ഏറ്റവും കൂടുതൽ ജെനറ്റിക്സ് ഒരു ഇമ്പോർട്ടന്റ് റോളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പഴയ ഇഞ്ചുറിയുടെ ഭാഗത്ത് ഈവൻ ഫ്രാക്ചേഴ്സ് പ്രോപ്പർ അല്ല, അങ്ങനെ പല മൾട്ടി റീസൺസ് ഉണ്ട്. പൊതുവെ പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ കണ്ടെത്താറില്ല. ജെനറ്റിക്സ് എന്ന് പറയുന്നതൊക്കെയാണ്. ഇപ്പൊ ഈ യങ് ഏജ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മരുന്നുകളും എക്സസൈസും ഒക്കെ ചെയ്തിട്ടും ഈ വേദനയുള്ള ആൾക്ക് അതിൽ നിന്നൊരു ക്യൂർ ആവുന്നില്ല. അവർ സിംറ്റമാറ്റിക് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് ലൈഫ് സ്റ്റൈലിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞങ്ങൾ ഈവൻ ഒരു സർജറി ചെറുതായിട്ട് ആ ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു സർജറി ചെയ്യാറുണ്ട്. അത് പക്ഷെ വളരെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അത് നമുക്ക് ചെയ്യാൻ കഴിയും. യങ് ഗ്രൂപ്പ് ആയിരിക്കണം, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ പറ്റി അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ആദ്യം ഒന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അതിന്റെ ഒരു ഡയഗ്നോസിസ് ആവട്ടെ, അതിന്റെ നമുക്ക് ആദ്യം. ഡോക്ടറെ, അന്ന് ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞു, ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. ആണോ? അത്ര നടക്കാൻ പറ്റും. ഇപ്പൊ ഏകദേശം ഒരു വർഷങ്ങളായി, 3-4 വർഷമായി. ഓൾറെഡി 60. പതുക്കെ ഓരോ ഇങ്ങനെ 5 വർഷം കൊണ്ട് അത് കൂടി തീരെ വീടിനകത്ത് പുറത്തുനിന്ന് പറയണം. ഞാൻ ഒന്ന് പറഞ്ഞിരുന്നല്ലോ, അത് തേയ്മാനം വരുന്ന വളരെ ചെറിയ ആൾക്കാർക്ക് എങ്കിലും ഇങ്ങനെ അത് കൂടി ഇങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഉള്ളത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, തേയ്മാനത്തിന്റെ ഇനീഷ്യൽ ഫേസ് നേരത്തെ പറഞ്ഞ പോലെ ഈ മരുന്നുകളും എക്സസൈസസ് ഒക്കെയാണ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവരെ ഹെൽത്തി ആക്കുന്നത്. പക്ഷെ ചിലർക്കെങ്കിലും എന്നാലും ഇത് ഇങ്ങനെ കൂടി വരണ കാണാറുണ്ട്. കൂടി വന്ന് അവരുടെ ലൈഫ് സ്റ്റൈല് തന്നെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതാവുക, ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാതെ ആവുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വേദന, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓപ്ഷൻ ഇസ് മുട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്ന ശസ്ത്രക്രിയ തന്നെയാണ്. അല്ല, നിങ്ങൾ മുട്ടൊന്നും മാറ്റി വെക്കില്ല. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് മുട്ടിന്റെ 2 ഭാഗം തമ്മിൽ മുട്ടുന്ന ഒരു ഭാഗത്ത് ഒരു കവറിങ് ഉണ്ട്, ഹാർഡായിട്ടുള്ളൊരു ശരിക്കും കാർട്ടിലേജ് എന്ന് പറഞ്ഞ കവറിങ് ഉണ്ട്.
അത് നമ്മളൊരു മെറ്റലിലാക്കി മാറ്റുകയും അതിന്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്പേസർ വെക്കും. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ എന്റെ ഈ കാണുന്ന എല്ലാ മുട്ടൊന്നും മാറ്റി വെക്കില്ല. അത് ഇതിനകത്തുള്ള ഇങ്ങനെ ഒരു പോർഷൻ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ പിന്നെ വേദനയുള്ള ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ആവുകയും വേദന ഇല്ലാതെ നടക്കുകയും കുട്ടിന്റെ വലിയ വളവ് അങ്ങനത്തെ വളഞ്ഞൊക്കെ വരാറുണ്ട് തേയ്മാനം. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സർജറി ചെയ്യുന്നത്. മുട്ടിന്റെ ആംഗിളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നെ അവർക്ക് പെയിൻ ഫ്രീ ആയിട്ട് നടക്കാനാണ് സാധാരണ എപ്പോഴും നല്ല റിസൾട്ട്സ് ആണ് എപ്പോഴും ഉണ്ടാവാറ്. വളരെ പലരും ഫെയിലിയർ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല, അവർ എക്സ്പെക്ടേഷൻസ് ഒക്കെ വളരെ കൂടുമ്പോഴാണ് ഇത് പറയുന്നത്. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലംസ് ഒന്നും വരാറില്ല. ഒരുപാട് സമയം എടുക്കുന്ന പ്രൊസീജിയർ ആണ്. മേജർ ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ കരുതേണ്ടതാണ്. മേജർ ഓപ്പറേഷൻ ആണ് അത്. നമ്മൾ പക്ഷെ അനസ്തീഷ്യ ടീം ഉണ്ട് നമുക്ക് നല്ല. അവർ നമ്മൾ സാധാരണ ചെയ്യാൻ അവരെ നമ്മളൊന്ന് ഒപ്പിൽ വിളിച്ച് നമ്മളെ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അനസ്തീഷ്യ കണ്ട് അങ്ങനെ കുറച്ച് വർക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ആദ്യം ഒന്ന് അമ്മേനൊക്കെ ആയാലും ഒന്ന് കണ്ട് അവരോട് ചോദിച്ച് നേരിട്ടിറങ്ങി അതിന്റെ ആംഗിളൊക്കെ നമ്മളൊന്ന് നോക്കി അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പ്ലാൻ ചെയ്യാറ്. സാധാരണ വന്നാൽ തന്നെ ഒരു അഡ്മിഷൻ ഒരു 4 ദിവസം ആയിട്ട് നടത്തിപ്പോ പഴയ പോലെ നമുക്ക് നേരത്തെ നടത്തിക്കാനൊക്കെ സാധിക്കും. വളരെ കഴിഞ്ഞ ഉടനെ തന്നെ നടക്കാൻ കഴിയുന്നതാണ് ഉണ്ടാവാറ്. പഴയതുപോലെ തന്നെ ഓൾമോസ്റ്റ്. അത് വളരെ യങ് ആലോചിക്കരുത്. വേദനകൾ ഒഴിഞ്ഞിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ടാണ് അത്. എന്തായാലും അമ്മേനൊന്ന് നേരിട്ട് കാണട്ടെ. ഞാൻ കൊണ്ടുവരാം ഡോക്ടർ. എന്തായാലും ഡോക്ടറെ അടുത്ത് നോക്കിയിട്ട് ഞാൻ ഇതെന്തായാലും എക്സ്റേ